എന്താ റെയിൽവേ സ്റ്റേഷനിലെ കാഴ്ച? ആളുകൾ ഒഴുകിയെത്തുന്നുണ്ടോ? അതായത് റോഷ്നി, പതിവായി കാണാത്ത ചില കാഴ്ചകൾ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ കാണാം. വലിയ തിരക്കാണ്. നമ്മൾ ഈ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ VIP-കൾക്ക് വരാനുള്ള ട്രെയിൻ ഇറങ്ങി വരുന്ന VIP-കൾക്കുള്ള വാഹനങ്ങളൊക്കെ തന്നെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഏകദേശം ആറിലധികം വാഹനങ്ങളാണ് റെയിൽവേ സ്റ്റേഷന് മുന്നിൽ തന്നെ ഒരുക്കിയിരിക്കുന്നത്. കനത്ത പോലീസ് സുരക്ഷ ഈ റെയിൽവേ സ്റ്റേഷന് മുന്നിലുണ്ട്. ആളുകളിങ്ങനെ ഓരോ ട്രെയിൻ എത്തുമ്പോഴും ആളുകളിങ്ങനെ തിരുവനന്തപുരത്തേക്ക്, തലസ്ഥാന നഗരിയിലേക്ക് ഈ സത്യപ്രതിജ്ഞ ചടങ്ങിന് വേണ്ടി എത്തുന്നതാണ് നമ്മൾ അറിയുന്നത്. ഇപ്പോൾ നമുക്കൊരു ബസ്സൊക്കെ ഇവിടെ KSRTC-യുടെ ഒരു സിറ്റി ബസ്സാണ്. ആ ബസ് രാവിലെ നിറഞ്ഞിരിക്കുകയാണ്. ഈ സത്യപ്രതിജ്ഞ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് മറ്റ് ഇതിനൊക്കെ വേണ്ടി എത്തിയ ആളുകളാണ്. പൊതുവിൽ ഈ ബസ്സുകളൊന്നും രാവിലെ ഇങ്ങനെ നിറയുന്നൊരു കാഴ്ച ഉണ്ടാവില്ല. എന്തായാലും അത്തരത്തിൽ വലിയൊരു തിരക്ക് തലസ്ഥാനത്തെ സംബന്ധിച്ചുണ്ട്, പ്രത്യേകിച്ച് തമ്പാനൂരിനെ സംബന്ധിച്ചുണ്ട്. 7 മണിയോടെ തന്നെ ഗതാഗത നിയന്ത്രണങ്ങൾ നഗരത്തിൽ വരും. ആ ഗതാഗത നിയന്ത്രണങ്ങൾ വരുന്നതോടുകൂടി കുറച്ചുകൂടി ഈ വാഹനങ്ങളൊക്കെ പോകുന്ന ആളുകളെ സംബന്ധിച്ച് ചില നിയന്ത്രണങ്ങളുണ്ട്. എന്തായാലും വലിയ തോതിലുള്ള ഒരു തിരക്ക് തലസ്ഥാനത്ത് ആകെ ഉണ്ട്. ഇപ്പോഴാ മറ്റൊരു ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട്. മലബാർ ഭാഗത്തു നിന്ന് വരുന്ന ട്രെയിനാണ്. സ്വാഭാവികമായും അതിലടക്കം നിരവധി പ്രവർത്തകരുണ്ട്. അങ്ങനെ നീണ്ട 10 വർഷങ്ങൾക്ക് ശേഷം, 15 വർഷത്തിന് ശേഷം ഒരു UDF സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. 10 വർഷമായി ഭരണമില്ല. 15 വർഷത്തിന് ശേഷമാണ് ഒരു UDF സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്തത്. അതിൻ്റെ ആവേശം, ആരവം എല്ലാവർക്കുമുണ്ട്. ട്രെയിൻ കയറിയും ബസ് പിടിച്ചും ഒക്കെ തന്നെ കഴിഞ്ഞ ദിവസം രാത്രിയും ഇന്നും ഒക്കെ തന്നെ ആളുകൾ തലസ്ഥാനത്തേക്ക് ഇങ്ങനെ ഒഴുകി വരുന്ന കാഴ്ചയാണ്. എവിടെ നോക്കിയാലും വെള്ള ഷർട്ടിട്ട ആളുകളെ കാണുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇന്ന് മൊത്തം തിരുവനന്തപുരത്ത്. സത്യപ്രതിജ്ഞയ്ക്ക് എവിടെന്നാ? കൊല്ലം, കുന്നത്തൂര്. ഗ്രൂപ്പായിട്ട് കുറെ ആളുകളായിട്ട് ഉണ്ട്. ഞങ്ങൾ രണ്ടുമുണ്ട്, വേറെ കൂട്ടുകാരന്മാരൊക്കെ വരുന്നു. അങ്ങനെയാണ് വിവിധ സ്ഥലങ്ങളിൽ നിന്ന്, കൊല്ലത്തുനിന്നുൾപ്പെടെ അല്ലെങ്കിൽ കോഴിക്കോട്, എല്ലാ സ്ഥലങ്ങളിൽ നിന്നും നിരവധി ആളുകളുണ്ട്. പലരും ട്രെയിൻ പിടിച്ചിങ്ങനെ ട്രെയിനുകളൊക്കെ ഇങ്ങനെ മലബാർ മേഖലയിൽ നിന്ന് ഇന്നലെ രാത്രി പോരുന്ന ട്രെയിനുകൾ, കോഴിക്കോട് നിന്ന് 7 മണിക്ക് 8 മണിക്കൊക്കെ പോരുന്ന ട്രെയിനുകൾ ഇങ്ങോട്ടേക്ക് തിരുവനന്തപുരത്തേക്ക് എത്തുന്ന സമയമായിട്ടേ ഉള്ളൂ. അത് 7 മണി 7:30 8 മണിക്കുള്ളിൽ തന്നെ ഈ ട്രെയിനുകളൊക്കെ എത്തും. സത്യപ്രതിജ്ഞ ചടങ്ങ് 10 മണിക്കാണ്. അപ്പോൾ കൂടുതൽ ഒരു ഒഴുക്ക് തിരുവനന്തപുരത്തേക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. പോലീസ് അതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങളൊക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. അധിക സുരക്ഷ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനും ഇതിന് തൊട്ടടുത്തുള്ള KSRTC ടെർമിനലും ഉണ്ട്. ഒപ്പം തന്നെ KSRTC ഇന്ന് അധിക സർവീസുകൾ, ഈ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട് അധിക സർവീസുകൾ തമ്പാനൂരിലേക്കും ഒപ്പം തന്നെ സെൻട്രൽ ഡിപ്പോയിൽ നിന്ന് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും ഇതിനോടകം തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. എന്തായാലും വരും മണിക്കൂറുകളിൽ ഒരു 7-8 മണിയോടുകൂടി തമ്പാനൂരിൽ ഇനിയും തിരക്ക് വർദ്ധിക്കും. വെള്ള ഷർട്ടിട്ട ആളുകളുടെ എണ്ണം, കതിർ ഷർട്ടിട്ട ആളുകളുടെ എണ്ണം ഇനിയും കൂടാൻ തന്നെയാണ് സാധ്യത. റോഷൻ, യെസ്, അതാണ് കാസർഗോഡ് നിന്ന്, കണ്ണൂരിൽ നിന്ന്, കൊല്ലത്ത് നിന്ന്, അങ്ങനെ കേരളത്തിലെ 13 ജില്ലകളിൽ നിന്നും തലസ്ഥാനത്തേക്ക് ഇന്ന് സത്യപ്രതിജ്ഞ കാണാനായി ആളുകൾ ഒഴുകിയെത്തും. ഇനി സത്യപ്രതിജ്ഞ കാണാനല്ലാതെ വരുന്ന യാത്രക്കാരും ശ്രദ്ധിക്കണം. ഗതാഗത ക്രമീകരണമുണ്ട്, അതിനെക്കുറിച്ച് കൂടി അറിയണം. അതാണ് ജയശങ്കർ വിശദീകരിച്ചത്.